ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഒരു ഡോക്യുമെൻ്ററി കണ്ടു, ദ സോഷ്യൽ ഡിലമ. അത് കണ്ടതിന് ശേഷം ഞാൻ ഒരു തീരുമാനം എടുത്തു, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ല. ഒരു 3 വർഷത്തിന് മേലെ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് ജോലിക്ക് വേണ്ടി വാട്സപ്പ് എടുക്കേണ്ടി വന്നു. ഇരുന്ന് സമയം കളയുന്നതുകൊണ്ട് ഇൻസ്റ്റ എടുത്ത് നോക്കി. ഇൻസ്റ്റ എടുത്ത് കുറച്ച് നേരം സ്ക്രോൾ ചെയ്തപ്പം വീണ്ടും ഞാൻ അഡിക്റ്റഡ് ആകും തോന്നി, ഞാൻ ഡിലീറ്റ് ചെയ്തു. നിങ്ങളൊക്കെ രാവിലെ എണീറ്റിട്ട് ആദ്യം എന്തായിരിക്കും ചെയ്യുക? ചിലപ്പോൾ ഉറക്കം കഴിച്ചിട്ട് പോയി മൂത്രം ഒഴിക്കുകയായിരിക്കും, മുഖം കഴുകുക, പല്ല് കഴിക്കുകയോ, ഫോൺ എടുക്കുകയോ, എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യുക? പക്ഷെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എണീറ്റ ഉടനെ ആദ്യം കൈവയ്ക്കുന്നത് ഫോണിലാണ്. ഫോൺ എടുത്ത് കട്ടിൽ കിടന്നും കൊണ്ട് തന്നെ സ്ക്രോൾ ചെയ്ത് മണിക്കൂറോളം സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നത് ഞാൻ അറിയില്ല. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും ഞാൻ സമയം പോകുന്നത് അറിയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ ഉടനെ മഴയൊക്കെ അല്ലേ, തണുത്ത കാറ്റ് കയറട്ടെ എന്നും പറഞ്ഞ് ഞാൻ കർട്ടനൊക്കെ മാറ്റി തുറന്നിട്ട് വീണ്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഒരു സാധനം നോട്ടീസ് ചെയ്തത്. പെട്ടെന്ന് ഞാൻ ഇറങ്ങി വെളിയിൽ പോയി നോക്കി. എന്താണെന്നല്ലേ, നല്ല ഭംഗിയുള്ള ക്ലൗഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിനാണ് ഇത്ര വലിയ കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ഒക്കെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ്. കുറേ നേരം അത് തന്നെ ഇങ്ങനെ നോക്കി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് കുളിർമ തോന്നി. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ നോട്ടീസ് ചെയ്ത് നിന്നിട്ടിപ്പം പണ്ടത്തെ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചു. മുമ്പൊക്കെ ഞാൻ രാവിലെ സൈക്കിൾ ചവിട്ടാൻ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം രാവിലെ സൈക്കിൾ ചവിട്ടിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കടത്തിണ്ണയിൽ ഇങ്ങനെ ഇരുന്ന് സൺറൈസ് കാണായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്തു. അതായത് ആ സൺറൈസിൻ്റെ താഴെ കൂടെ ബസ് വണ്ടികളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആരും ആ സൺറൈസ് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലും വേറെ എന്തൊക്കെയോ ആലോചനയിലും മൊബൈലിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴുകിയിരുന്നു. ഈ സൺറൈസിന് ആരും, ഈ നേച്ചറിലുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ച്, ഇത്രയും നല്ലൊരു സാധനം ഉണ്ടായിട്ട് ആൾക്കാർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അതേ അവസ്ഥയാണ് ഇപ്പം ഇന്ന് എനിക്ക് ഫീൽ ആയത്. ചുറ്റും ഇത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടായിട്ടും ഞാൻ റൂമിൻ്റെ അകത്തിരുന്ന് ഫോണിൽ സ്ക്രോൾ ചെയ്ത് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നു. എന്നെ വേണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ജങ്കി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത്രയ്ക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്തിനാണെന്നൊന്നുമില്ല, ചുമ്മാ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സകല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്ററി കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഇവിടെ തന്നെ ഈ വ്യൂ നോക്കി നോക്കും. പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. മഴയൊക്കെ വരുന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നീട് ഈ ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം ഞാൻ ഇതൊക്കെ നിർത്തി. ഒരു 3-4 വർഷത്തോളം ഞാൻ ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടില്ല. ആകെപ്പാടെ യൂസ് ചെയ്തിരുന്നത് യൂട്യൂബ് മാത്രമാണ്. അതും ഈ പേഴ്സണൽ ഗ്രോത്ത് അല്ല നോളജ് പരമായിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. തുടങ്ങി മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോഴാണ്. ആ സോഷ്യൽ മീഡിയ യൂസേജ് കുറഞ്ഞപ്പോൾ എനിക്ക് ഫോണിൻ്റെ ഉപയോഗം കുറഞ്ഞു. അപ്പോൾ എൻ്റെ ഇരുന്ന ഫോൺ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനൊരു കീപാഡ് ഉപയോഗിച്ചു. പക്ഷേ സിനിമ കാണുന്നത് എനിക്ക് കുറഞ്ഞത്. സിനിമ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കാണിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഫോൺ വാങ്ങി. ബേസിക് ആയിട്ടുള്ളൊരു 4G ഫോണാണ്. ഒരു 7000 രൂപയ്ക്ക് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫോൺ. ക്യാമറ ക്വാളിറ്റി ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് എനിക്ക് UPI പേയ്മെൻറ്റ് ചെയ്യണം, ഓൺലൈൻ ബുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം, ബേസിക് നീഡ് മാത്രം. ആ ഫോൺ വാങ്ങിച്ച് മിനിമലായിട്ട് ഞാൻ ഫോൺ എടുക്കാറ് പോലും ഇല്ല. ഒരു സമയത്താണ് എനിക്കെന്താണ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് മനസ്സിലാക്കിയത്. ഈ കാണുന്നതൊന്നുമല്ല ജീവിതം, എൻ്റെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് ഇതൊന്നുമല്ല എന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ള ഏറ്റവും വലിയ നെഗറ്റിവിറ്റി അതാണ്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു റീലെടുത്ത് കണ്ടു കഴിഞ്ഞാൽ അടുപ്പിച്ച് അങ്ങനത്തെ നല്ല റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മോട്ടിവേഷൻ കാണുന്നെങ്കിൽ നമ്മളിങ്ങനെ കണ്ട് നമുക്ക് ഡോപ്പമിൻ ഹിറ്റ് കിട്ടും. പക്ഷെ നമ്മളത് ചെയ്യില്ല. ഇങ്ങനെ വീഡിയോ കണ്ട് മോട്ടിവേറ്റഡ് ആകുന്നത് മാത്രമേ ഉള്ളൂ. അത് വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ബെഡിൽ കിടന്ന് വെറുതെ ഒന്നും ചെയ്യാതിരിക്കും. അതേപോലെ തന്നെയാണ് എല്ലാം. നമ്മളിപ്പോൾ എന്ത് എടുത്തു നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് റിലേറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് കാരണം നമ്മളെ പേഴ്സണൽ ലൈഫിലൊന്നും ചെയ്യില്ല. ഇത് കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യും. അതുകൂടാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കുന്നു, നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. അതിൻ്റെ റീസൺ പലരും പലതും ചെയ്യണം കാണുമ്പോൾ നമുക്കും അത് ചെയ്യണമെന്ന് തോന്നും. പലരും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് തോന്നും. ഫുഡ് റിവ്യൂസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പോയി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ ഇവർ ഭൂരിഭാഗം പേരും കാശിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത്. അവർക്ക് വ്യൂസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാവാം, കാശ് വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാവാം. ഇതൊന്നും നമുക്കറിയില്ല. പ്ലസ് ഒരു ഒരു യൂട്യൂബേഴ്സ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആരും നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതല്ല. അവർക്ക് കാശിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, ഞാൻ ഈ സാധനം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തൊരു ഓപ്ഷനാണ് യൂട്യൂബ്. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവഴി എനിക്ക് ഇപ്പോൾ കാശൊന്നും കിട്ടുന്നില്ല എങ്കിലും എനിക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നുണ്ട്, എൻ്റെ നോളജ് കൂടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നോളജ് കൂടുന്നുണ്ട്. അങ്ങനെ ഞാൻ ക്യാരക്ടർ വൈസ് ഞാൻ ഡെവലപ്പ് ആവുന്നുണ്ട്. അതിൽ റെസ്പോൺസിബിളായിട്ട് സംസാരിക്കുന്നുണ്ട്, റെസ്പോൺസിബിളായിട്ട് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഉപയോഗമുണ്ട്. ഈ കാണുന്ന നിങ്ങൾക്ക് ഇതിൽ ഉപയോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ആ ഒരു ചിന്തിക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിതൊന്നും ഉപയോഗിക്കാതിരിക്കണം. ഇപ്പം ജോലിപരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇഷ്ടമല്ല. ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. നമുക്കിപ്പോൾ തരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചാലഞ്ച് അതാണ്. ഒരു സാധനം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ അതിനെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് മെൻ്റൽ പവർ. അല്ലാതെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ആർക്കും പറ്റും, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് ഉപയോഗം തരുന്നത്. നിങ്ങളിപ്പോൾ ടൈം പാസിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിന് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടി, ആ സമയത്ത് സോഷ്യൽ മീഡിയ എടുത്ത് വെച്ച് സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് പുറത്തിറങ്ങി നേച്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ചുറ്റും പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നു, ആൾക്കാരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. ഈ ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് അത്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ചോയ്സ് നിങ്ങൾക്കുണ്ട്, നന്നാക്കാനുള്ള ചോയ്സ് നിങ്ങൾക്കാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ആ 3 വർഷത്തെ ജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് നന്നായിട്ട് എന്നെ എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് എന്താണ് താല്പര്യമെന്ന് മനസ്സിലാക്കി. ഈ ഡ്രസ്സിങ്ങിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. ഈ മുടി, ഡ്രസ്സ്, നമ്മളുടെ സ്റ്റൈല്, ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ എന്നെ വിട്ടുപോയി. പിന്നീട് ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചു തുടങ്ങി. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സാധനം പോയപ്പോൾ എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് നേരം കിട്ടി. ഞാൻ കുറച്ചുകൂടെ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പലതരത്തിലുള്ള ചിന്താ വ്യത്യാസവും വന്നിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണം, ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ ഡീറ്റോക്സ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും. ഒരു മാസം നിങ്ങളൊന്ന് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരുന്ന് നോക്കുക. ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. നിങ്ങൾ ഫോണൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യും, കാരണം നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫോൺ എടുക്കും, ഇങ്ങനെ സ്വൈപ്പ് ചെയ്യും. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവം ഇതാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുക, എന്തെങ്കിലും എനിക്ക് വേണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ പതുക്കെ എനിക്കത് മാറി. പിന്നെ ഫോൺ എന്തിനെടുക്കുന്നു, ഫോണിനെക്കുറിച്ച് മറക്കാൻ വരെ ഞാൻ തുടങ്ങി. ഈ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ യൂസ് ഇരിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല. അത് വേറൊരു കാര്യം. ഡെയിലി റുട്ടീൻ എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. ഉറങ്ങുന്നത് ലേറ്റാണ്. 1 മണി, 12 മണി, 1 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. രാവിലെ എണീക്കാൻ ലേറ്റാവുന്നു. ഫുഡ് കഴിക്കുന്ന ടൈം വ്യത്യാസം വരുന്നു. എന്തൊക്കെയോ കഴിക്കുന്നു. അങ്ങനെയുള്ളൊരിതായി. സൈക്ലിംഗ് കുറച്ചു. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ടോക്സിക് തോട്ട്സ് ഇങ്ങനെ എൻ്റെ ബ്രെയിനിൽ നിറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കൺസ്യൂം ചെയ്ത് എൻ്റെ ബ്രെയിൻ റോട്ട് എനിക്ക് പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ബ്രെയിൻ റോട്ട്. കാരണം ഇങ്ങനെ എൻലെസ് ആയിട്ട് കൺസ്യൂം ചെയ്ത് നിങ്ങളുടെ തലച്ചോറൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. പോസ്റ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ അതിൽ കയറൂ. കൺസ്യൂം ചെയ്യാനായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. ഫ്യൂച്ചറിൽ എന്തായാലും ഡെഫിനറ്റായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും. ഈ യൂട്യൂബ് തന്നെ ഭാവിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നെ പോലത്തെ ഒരാൾക്ക് പറ്റുന്ന ഒരു സാധനമല്ല ഈ ഓൺലൈൻ ലൈഫ്. വേറെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങുന്നത്. ഭാവിയിൽ ഇതെല്ലാം നിർത്തി ഞാൻ എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാനുള്ള ചാൻസ് 98% ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡിജിറ്റലി എൻ്റെ ജീവിതം സ്ക്രോൾ ചെയ്ത് തീർക്കാൻ താല്പര്യമില്ല. എനിക്ക് നേച്ചറിൽ ഇറങ്ങി നേച്ചർ ആസ്വദിച്ച് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ജീവിക്കാനാണ് താല്പര്യം. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു. നിങ്ങൾ ഒരു മാസമെങ്കിലും ഈ ഒരു ഡീറ്റോക്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. എൻലെസ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതുകൊണ്ട് നമ്മളുടെ മെമ്മറിയിലൊന്നും സ്റ്റോർ ആയിരിക്കില്ല. നമ്മളെന്ത് കാണുന്നു, നമ്മളെന്ത് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട കുറച്ച് റീൽസ്, ഇന്ന് നമ്മൾ കണ്ട റീൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർമ്മിച്ചിരിക്കാൻ പറ്റില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ളതിലൊരു 4 പേര് മാത്രമേ എന്നെ അറിയാവുന്നുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സ്ട്രേഞ്ചേഴ്സാണ്. ഇതിലൊരിക്കലും തുടങ്ങില്ല എന്ന് തീരുമാനമെടുത്ത ഞാനാണിപ്പോൾ ഇതൊക്കെ തുടങ്ങിയത്. നമ്മളൊന്നും അറിയാതെ തന്നെ നമ്മളിതിൽ പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവെയറായിട്ടിരിക്കാൻ അകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പഴയതുപോലെ വീണ്ടും സോഷ്യൽ മീഡിയ ക്വിറ്റ് ചെയ്യാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ കൺസ്യൂമർ ആവാതെ ഒരു ക്രിയേറ്റർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. പലരും ഈ അവരവരുടെ ശരീരം മെച്ചപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ ആരും അവരുടെ ബ്രെയിനിനെ ക്ലീൻ ചെയ്യാനോ തോട്ട്സ് ക്ലീൻ ചെയ്യാനോ ശ്രമിക്കുന്നില്ല. നല്ലൊരു മനസ്സുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനിങ്ങനെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കണ്ടും കേട്ട് വരുന്നാൽ നിങ്ങളുടെ മൈൻഡും അതുപോലെ നെഗറ്റീവായി പോകും. ഇത് കൺസ്യൂം ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഒരുവിധം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. പിന്നെ ഇതും റിലേറ്റഡ് ആയിട്ട് ഡിപ്രഷനും കൊണ്ട് ഒരു കണക്ഷനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും. കുറച്ച് നേരം കിട്ടുമ്പോൾ ഫോൺ കൊണ്ട് സമയം വേസ്റ്റ് ചെയ്യാതെ ചുറ്റും നോക്കാൻ ശ്രമിക്കുക.